എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 5. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏത്? കരിങ്കല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏത്? കരിങ്കല്ല്. ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് ഏതാണ്? നെയ്യാർ. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് ഏത്? നെയ്യാർ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 16. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കൊൽക്കത്ത. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല? ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതം. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം? നിശബ്ദ വസന്തം. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം? നിശബ്ദ വസന്തം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിലെ ആദ്യ ജല മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? കോഴിക്കോട്, പെരിങ്ങളം. കേരളത്തിലെ ആദ്യ ജല മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? കോഴിക്കോട്, പെരിങ്ങളം. ലോകത്തിലെ ഏറ്റവും വലിയ കാടായ ആമസോൺ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന രാജ്യമേത്? ബ്രസീൽ. ലോകത്തിലെ ഏറ്റവും വലിയ കാടായ ആമസോൺ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന രാജ്യമേത്? ബ്രസീൽ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആര്? കല്ലേൻ പൊക്കുടൻ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആര്? കല്ലേൻ പൊക്കുടൻ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? സുന്ദർലാൽ ബഹുഗുണ. കല്ലേൻ പൊക്കുടൻ്റെ ആത്മകഥ ഏത്? കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. കല്ലേൻ പൊക്കുടൻ്റെ ആത്മകഥ. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി വള്ളിക്കുന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി വള്ളിക്കുന്ന്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം? 1960. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം? 1960. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന വസ്തു? പ്ലാറ്റിനം. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന വസ്തു? പ്ലാറ്റിനം. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം? 1947 ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം? 1947 ജൂൺ 5. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം? സിക്കിം. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം? സിക്കിം. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? യൂജിൻ P. ഓഡ്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? യൂജിൻ P. ഓഡ്. രണ്ട് തരത്തിലുള്ള പരിസ്ഥിതി ഏതെല്ലാം? ഒന്ന് ഭൂമിശാസ്ത്രപരമായ പരിസ്ഥിതി, രണ്ട് മനുഷ്യനിർമ്മിതമായ പരിസ്ഥിതി. രണ്ടു തരത്തിലുള്ള പരിസ്ഥിതികൾ ഏതെല്ലാം? ഒന്ന് ഭൂമിശാസ്ത്രപരമായ പരിസ്ഥിതി, രണ്ട് മനുഷ്യനിർമ്മിതമായ പരിസ്ഥിതി. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം നടത്തുന്ന പദ്ധതി? വനശ്രീ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം നടത്തുന്ന പദ്ധതി? വനശ്രീ. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറോട്ടുകോണം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറോട്ടുകോണം.
വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും ചേർന്ന് വനങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി. എൻ്റെ മരം. വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും ചേർന്ന് വനങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി. എൻ്റെ മരം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനം. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞി. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ത്? ആവാസ വ്യവസ്ഥ. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ത്? ആവാസ വ്യവസ്ഥ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത്? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത്? കണിക്കൊന്ന. ഇന്ത്യയിൽ പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം 2011. ഇന്ത്യയിൽ പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം 2011. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിര. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിര. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സങ്കേതം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സങ്കേതം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവിവർഗം മിശ്രഭോജികൾ. ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവിവർഗം മിശ്രഭോജികൾ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ബോർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ബോർ ടൈഗർ റിസർവ്. ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം മറയൂർ. ചന്ദനമരങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്ന സ്ഥലം മറയൂർ. കാടവിട മക്കളെ എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ആര്? അയ്യപ്പ പണിക്കർ. കാടവിട മക്കളെ എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ആര്? അയ്യപ്പ പണിക്കർ. ലോക സൗരോർജ്ജ ദിനം മെയ് 3. ലോക സൗരോർജ്ജ ദിനം മെയ് 3. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ഒരു കുരുവിയുടെ പതനം. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ഒരു കുരുവിയുടെ പതനം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധാ പട്കർ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. 1985. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന വിഭാഗം സസ്യബുക്കുകൾ. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന വിഭാഗം സസ്യബുക്കുകൾ. 2005 നിലവിൽ വന്ന വനമിത്ര പുരസ്കാരം 25,000 രൂപയും പ്രശസ്തി പത്രവും. 2005 നിലവിൽ വന്ന വനമിത്ര പുരസ്കാരം 25,000 രൂപയും പ്രശസ്തി പത്രവും. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ, വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ, വയനാട്. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഇന്ദുചൂഡൻ. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഇന്ദുചൂഡൻ. സമ്പൂർണ്ണ സൗരോർജ്ജ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? മുഖത്തല. സമ്പൂർണ്ണ സൗരോർജ്ജ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? മുഖത്തല. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1. താങ്ക്സ്.